എല്ലാവർക്കും സ്കൂൾ ടൈം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ദിയ എലിസബത്ത്, 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇന്ന് സ്കൂൾ ടൈം എന്ന പ്രോഗ്രാം എത്തി നിൽക്കുന്നത് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ തോമാപുരത്തിന്റെ അങ്കണത്തിലാണ്. തോമാപുരം ചിറ്റാരിക്കാൽ പ്രദേശത്താണ് കാസർഗോഡ് ജില്ലയുടെ ആദ്യത്തെ കുടിയേറ്റം നടക്കുന്നത്. ഏകദേശം 1946 മുതൽ ആ കുടിയേറ്റം തിരുവിതാംകൂറിൽ നിന്ന് ആരംഭിച്ചതാണ്. കുടിയേറ്റത്തിൻ്റെ ആദ്യ നാളുകൾ വർണ്ണിക്കാൻ പറ്റത്തില്ല, അത് എനിക്കോ അത് പറയാൻ പറ്റത്തില്ല. പക്ഷേ പൂർവികരായിട്ട് അവരനുഭവിച്ചു വന്ന ഇവിടെ വലിയ ഒരു വനമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വനം പ്രദേശം, യാത്രാ സൗകര്യങ്ങളില്ല, യാതൊരു വിധത്തിലുള്ള സേവന സൗകര്യങ്ങളില്ല. അതായത് പോലീസ് സ്റ്റേഷനോ പോസ്റ്റ് ഓഫീസോ വില്ലേജ് ഓഫീസോ ഈ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഇല്ലാത്തൊരു കാലഘട്ടത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. ഇവിടെ കുടിയേറിയവർക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നത് മാരക രോഗങ്ങൾ, മലമ്പനി മുതലായ രോഗങ്ങൾ, കാട്ടുമൃഗങ്ങൾ തുടങ്ങിയവ മാത്രമായിരുന്നു. പക്ഷെ ഇതിനെയൊക്കെ അതിജീവിക്കാനായിട്ട് മനുഷ്യനെ പ്രേരിപ്പിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ 2ാം ലോക മഹായുദ്ധത്തിൻ്റെ പരിണിത ഫലമായിട്ടുണ്ടായിരുന്ന പട്ടിണിയായിരുന്നു. പക്ഷേ ഈ ദേശത്ത് വന്നിട്ട് അവർ വിശപ്പ് അവരൊരു വിഷയമായി കാണുന്നില്ല. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ശക്തമായി ദൈവാശ്രയ ബോധത്തോടുകൂടെ ഈ മണ്ണിൽ പൊന്നു വിളയിക്കുകയായിരുന്നു. അതാണ് കുടിയേറ്റക്കാരെക്കുറിച്ച്, ഞങ്ങളുടെ പിതാമഹന്മാരെക്കുറിച്ച് പറയാനുള്ളത്. ഇതിനിടയിലും അവർ ചിന്തിച്ചത് ഇവിടെ അരിയും അതുപോലെ തന്നെ കപ്പയും കിഴങ്ങ് വിളകളും പച്ചക്കറികളും ഒക്കെ ഉണ്ടാകണം, ഭക്ഷണത്തിനുള്ള വകയുണ്ടാകണമെന്ന് മാത്രമല്ല, നാളെ ഈ ദേശത്തിൻ്റെ മക്കൾ എന്തായി തീരണമെന്ന് നിർണയിച്ച അവരുടെ നിർണായകമായ തീരുമാനങ്ങളാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് തീർച്ചയായിട്ടും പള്ളിയോടൊപ്പം പള്ളിക്കൂടമെന്നുള്ള ആശയം അഭ്യുന്നയ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവ് മുന്നോട്ട് വെച്ചപ്പോൾ അതിനെ ഹൃദയം കൊണ്ട് എല്ലാ മനുഷ്യരും ഏറ്റെടുത്തത്. അങ്ങനെ ക്രിസ്ത്യാനികളുടെ കത്തോലിക്കരുടെ നേതൃത്വത്തിൽ വനത്തിൽ നിന്നൊക്കെ തടി കൊണ്ടുവന്ന്, പാഴ്ത്തടികൾ കൊണ്ടുവന്ന് അവരുടെ അനുവാദത്തോടുകൂടെ അത് സ്കൂളായി മാറുകയാണ്. ഇഷ്ടികയൊക്കെ ചുട്ടുണ്ടാക്കുകയാണ് ആ കാലഘട്ടത്തിൽ. അന്നേരം ചുട്ട ഇഷ്ടികയുടെ മേലെയാണ്, പുല്ലുമേഞ്ഞാണ് ആദ്യത്തെ സ്കൂളുകൾ ആരംഭിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള സ്കൂളുകളിലാണെങ്കിൽ ആർക്കും അയിത്തമുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ കാസർഗോഡ്, ഈ തോമാപുരം കാസർഗോഡ് ജില്ലയെക്കുറിച്ചും തോമാപുരം പ്രദേശത്തെക്കുറിച്ചും പറയുകയാണെങ്കിൽ നമ്മുടെ സ്കൂളുകളിൽ ഇപ്പം ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, ഹൈന്ദവ സഹോദരങ്ങൾ, അതിനേക്കാൾ ഉപരിയായിട്ട് ഹരിജൻസിൻ്റെ കുറേ കോളനിയുള്ള ഒരു പ്രദേശമാണ്. ഹരിജൻസ് ആയിട്ടുള്ള കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അന്നേരം ആരോടും ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാവരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികാനുള്ള ഒരു ലക്ഷ്യമാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിനും ഇവിടുത്തെ കുടിയേറ്റ പിതാമഹന്മാർക്കും ഉണ്ടായിരുന്നതെന്ന് പറയാനായിട്ട് എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ആ പിതാമഹന്മാരുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ, വിശ്വാസത്തിൻ്റെ ആഴത്തിന് മുന്നിൽ, ദീർഘവീക്ഷണത്തിന് മുന്നിൽ, വിദ്യാഭ്യാസം നൽകണം, അവരെ ഇളം തലമുറയെ കരുതണം, അവരെ വളർത്തണം, വലുതാക്കണമെന്നുള്ള വലിയ തീരുമാനത്തിന് മുന്നിൽ ഞാൻ അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് അവരുടെ മുന്നിൽ പ്രണമിക്കുകയാണ്. ദൃശ്യവിസ്മയം കൊണ്ട് കണ്ണ് നനയ്ക്കുവാൻ ഒരു ഡാൻസുമായി UP വിഭാഗം കൂട്ടുകാർ. നമസ്തേ ദൈവവചനം പരം
നമസ്തേ യേശുവചനം ചിരം, നമസ്തേ നിത്യവചനം വരം. ദൈവത്തിൻ നിത്യവചനമേ, ദൈവത്തിൻ ദാനമാം അക്ഷയാനന്ദമേ, ലോകത്തിൻ രക്ഷകനാമേശു പൂർത്തീകരിച്ച രക്ഷാചരിതമേ, കാൽവരിക്കുന്നിൻ ശൃംഗോത്തുംഗ സീമയിൽ സഫലമാം വേദാന്ത സാരമേ, ദൈവവചനമേ കൈതൊഴുന്നേൻ, ദൈവവചനമേ കൈതൊഴുന്നേൻ, കഴലിണ പണിയുന്നേൻ ഈശ്വര യേശുനാഥ. ആ సరిగప గప గప రిగ రిగ సరిస గప దస 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 పద పద గద పా, సరిగప గప గప రిగ రిగ సరిస గప దస 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 పద పద గద పా, సాద దాస సిరి గాగ రిగ రిగ పాప దాద సాస రీరి సరి సరి గాగ దాద రీరి పాప గరి సరి గ పద పా రీ సాద సాద స ద పద సరి గరి గరి సద సరి స రి సద పద సద సద బగ పద దద ద బగరి స ని స గ ని స గ మ ద ప మ గరి ని స గ ని స గ మ ద ప మ గరి స గ గ స మ మ గ ద ద గ మ ద ని స గరి స ని ద ని స ద ని സ. ഈ ശുഭവേളയിൽ ഉണരൂ ദൈവമക്കളെ, വചനപ്രഘോഷണമേകൂ. ഈ ശുഭവേളയിൽ ഉണരൂ ദൈവമക്കളെ, വചനപ്രഘോഷണമേകൂ. ആ ആ ആ തിരുവചനങ്ങൾ പാടൂ. ഉണ്ടായിടട്ടെ എന്നൊരു വാക്യത്താൽ സർവം തീർത്ത സർവശക്തൻ ജഗദീശ്വരൻ. ഉണ്ടായിടട്ടെ എന്നൊരു വാക്യത്താൽ സർവം തീർത്ത സർവശക്തൻ ജഗദീശ്വരൻ. ചെങ്കടൽ പകുത്ത് ദൈവജനത്തിന് വാഗ്ദാന നാടു നൽകിയ തിരുവചനമേ, അഞ്ജലി അഞ്ജലി. ഗേലേലാ കടലോരം ഉയരുകയായലമാല, കേപ്പാ മുക്കുവനുള്ളിൽ
ആശകൾ പൊലിയും നേരം പകലിരവാകുകയായി, മീനുകളില്ലാതായി, മനമതിൽ ഇരുളു പടർന്നു, നീർമണി മുത്തു വിടർന്നു. കടലിന്റെ ഓരത്തണഞ്ഞ നാഥൻ പത്രോസിൻ നെഞ്ചിലെ സ്പന്ദനം കണ്ടറിഞ്ഞു. ആഴങ്ങൾ തേടി വേഗമിറക്കുവിൻ വലകളെല്ലാം, നിറയട്ടെ നിൻ വല വിലയേറും മത്സ്യങ്ങളാ. ഭാവമേറും ചിമയോന്റെ മിഴികൾ നിറയുന്നു ചോദ്യം. ഇളകി മറിയുമലയാഴി തന്നിൽ ഞാൻ വലയെറിഞ്ഞു നിശനീളേ. ക്ഷീണത്തിനാൽ മനക്ലേശത്തിനാൽ ദുഃഖാർത്ഥമായി മനം ശോകാർത്ഥമായി, ദുഃഖാർത്ഥമായി മനം ശോകാർത്ഥമായി. താവകവചനം പാലിച്ചിടാം ശിഷ്യഗണങ്ങൾ ഞങ്ങൾ. താവകവചനം പാലിച്ചിടാം ശിഷ്യഗണങ്ങൾ ഞങ്ങൾ. വലകൾ നിറഞ്ഞു പടവു കവിഞ്ഞു പാടാം ഞങ്ങൾ വീണ്ടും. യേശുദേവവചനം, യേശുദേവവചനം, യേശുദേവവചനം. ജയദേ 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 വന്ദേ വചനമേ, വന്ദേ അനാരദം, വന്ദേ സനാതനം. സത്യമാം വചനമേ. KG വിഭാഗത്തിനും LP വിഭാഗത്തിനും കുട്ടികൾക്ക് കളിക്കുന്നതിനായി സാന്തോം പാർക്ക് എന്ന പേരിൽ വിവിധങ്ങളായ റൈഡുകളോട് കൂടിയ ഉദ്യാനം സജ്ജമാണ്. അതുപോലെ സെന്റ് തോമസിനെ അതിൻ്റെ ഉയരങ്ങളിലേക്ക് നയിക്കുന്നതിന് യഥാകാലങ്ങളിൽ സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്ന PTA വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ട്. എൻ്റെ പേര് മാർട്ടിൻ ജോസഫ്. ഞാൻ തോമാവരം സെൻറ് തോമസ് LP സ്കൂളിലെ പ്രധാനാധ്യാപകനാണ്. 1949 സ്ഥാപിതമായ സെൻറ് തോമസ് LP സ്കൂൾ കേരളപ്പിറവിക്കും തലശ്ശേരി അതിരൂപതയുടെ സ്ഥാപനത്തിനും മുന്നേ തന്നെ പ്രവർത്തനം ആരംഭിച്ച ഒരു വിദ്യാലയമാണ്. ഈ പ്രദേശത്തെ ആദ്യകാല കുടിയേറ്റ കർഷകരുടെ മക്കൾക്ക് വിദ്യ അഭ്യസിക്കുന്നതിനുള്ള ഏക ആശ്രയം ഈ വിദ്യാലയമായിരുന്നു.
അന്ന് മുതൽ ഇങ്ങോട്ട് നീണ്ട 75 വർഷക്കാലം ഈ പ്രദേശത്തെ 4 തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം പകർന്നു നൽകുന്ന ഒരു സരസ്വതി ക്ഷേത്രമാണ് നമ്മുടെ ഈ വിദ്യാലയം. ഇന്ന് തലശ്ശേരി അതിരൂപതയിലെയും ചിറ്റാരിക്കാൽ ഉപജില്ലയിലെയും മികച്ച വിദ്യാലയങ്ങളിലൊന്നാണ് തോമാപുരം സെൻറ് തോമസ് LP സ്കൂൾ. കഴിഞ്ഞ 14 വർഷങ്ങളായി തലശ്ശേരി അതിരൂപതയിലെ മികച്ച LP സ്കൂളിനുള്ള പുരസ്കാരം നമ്മൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. കലാ കായിക പ്രവൃത്തി പരിചയ മേളകളിലെല്ലാം ചിറ്റാരിക്കാൽ ഉപജില്ലയിലെ മുൻപന്തിയിലുള്ള വിദ്യാലയമാണ് സെൻറ് തോമസ് LP സ്കൂൾ. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ മേളകളിലെല്ലാം ആദ്യ സ്ഥാനങ്ങൾ നമ്മുടെ സ്കൂളിന് ലഭിക്കാറുണ്ട്. അതുപോലെ കഴിഞ്ഞ 5 വർഷങ്ങളായി തലശ്ശേരി അതിരൂപതയിലെയും ചിറ്റാരിക്കാൽ ഉപജില്ലയിലും ഏറ്റവും കൂടുതൽ LSS കരസ്ഥമാക്കുന്ന വിദ്യാലയവും സെൻറ് തോമസ് LP സ്കൂളാണ്. പാഠ്യേതര വിഷയങ്ങളിൽ കൊച്ചു കുട്ടികളുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരുന്നതിന് അങ്ങേയറ്റം പ്രയത്നിക്കുന്ന ഒരു അധ്യാപക സമൂഹമാണ് ഈ വിദ്യാലയത്തിലുള്ളത്. ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്നും ഒരു മനോഹര ഗാനവുമായി എത്തുന്നു ഫിയോണ ആൻഡ് ജോസഫ്. സ്വന്തമാക്കൂ
നെഞ്ചത്തുന്ന സ്നേഹം എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം എത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തോ ചെയ്തു നന്ദി ചൊല്ലിടും എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. എത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തോ ചെയ്തു നന്ദി ചൊല്ലിടും എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. നിന്റെ മുൻപിൽ കാഴ്ചയിടാം. പഠനമേഖലയിൽ കുറവുള്ള വിദ്യാർത്ഥികളെ പ്രത്യേകമായിട്ട് ശ്രദ്ധ കൊടുത്തുകൊണ്ട് അധ്യാപകർ പ്രത്യേക സമയം കണ്ടെത്തി അവരെ പഠനമേഖലയിലേക്ക് വളർത്തുന്ന അധ്യാപകരുടെ പരിശ്രമം ശ്ലാഘനീയമാണ്. എപ്പോഴും അധ്യാപക വിദ്യാർത്ഥി ബന്ധം വളരെ ആരോഗ്യപരമായ ഒരു ബന്ധത്തിലായതിനാൽ കുട്ടികൾക്ക് പഠിക്കാനും അധ്യാപകരോട് ചേർന്ന് നിന്നുകൊണ്ട് കൂടുതൽ എളുപ്പത്തിൽ പഠിക്കാനുമുള്ള സാഹചര്യങ്ങളാണ് ഈ സ്കൂളിൽ ഒരുക്കപ്പെട്ടിരിക്കുന്നത്. ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഒരു മനോഹര മോണോ ആക്ടിലൂടെ നമ്മുടെ മുന്നിലെത്തുന്നു കെ ധനലക്ഷ്മി അമ്മാൾ. അരങ്ങിലെ സ്പന്ദനങ്ങൾ അറിഞ്ഞതിലും അപ്പുറം അന്തിമ പോരാട്ടത്തിന്റെ കാഹളമാണ് നമ്മുടെ ചെവികൾ മാറ്റൊലിക്കൊള്ളുന്നത്. അംഗരാജ്യത്തിന്റെ മോചനത്തിനായി നാം കൊടുക്കേണ്ടി വരുന്ന വില സ്വജീവനാണെങ്കിൽ ഈ രണഭൂമിയിൽ അഭിമാനത്തോടെ നമുക്ക് രക്തസാക്ഷികളാകാം. നമ്മുടെ ശരീരത്തിൽ നിന്ന് ചിതറിത്തെറിക്കുന്ന ഓരോ തുള്ളി രക്തവും നമുക്ക് ശേഷവും പോരാട്ടത്തിന്റെ നാൾവഴിയിലേക്ക് ഉദിച്ചുയരുന്ന ഓരോ യോദ്ധാവിനും പ്രചോദനമായി തീരും. സാമ്രാജ്യത്വ അധിനിവേശത്തിന് വഴങ്ങിക്കൊടുക്കാത്തൊരു മനസ്സ് ഝാൻസിക്കും അതിന്റെ ഭരണാധികാരിയായ റാണി ലക്ഷ്മിബായിക്കും ഉണ്ടെന്ന് അവർ അറിയട്ടെ. അല്ല എന്റെ സുധാമണി, നാടൻ കഴിഞ്ഞിട്ട് അരമണിക്കൂറായി, ഇതുവരെ നിനക്ക് ഈ വേഷം അഴിച്ചു വെക്കാറായില്ല? ചേട്ടാ, ഈ വേഷത്തോടെ ആയിരിക്കുമ്പോ എന്താണെന്നറിയില്ല, എനിക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസ. ഈ വേഷം അഴിച്ചു വെച്ച് പച്ചയായ ജീവിതത്തെ സമീപിക്കാൻ പേടിയാ എനിക്ക്. ജറബേ, ഈടുന്ന് ഒഞ്ഞു പോണെന്ന് പറഞ്ഞാ ഞമ്മളെങ്ങോട്ട് പോകാനാണ്? അല്ലിന്റെ സുധാമണി, നാലാളോട് വർത്താനം പറഞ്ഞ് ശീലമുള്ളോളല്ലേ, എന്നിട്ട് ഇജെന്തൊന്നും മിണ്ടാണ്ടിക്കണേ. നബീസുമ്മ, ഇന്നലെ വരെ ഒരു കുടുംബത്തിന്റെ പ്രാരാധം അകറ്റാനാണ് സുധാമണി ജീവിച്ചിരുന്നുവെങ്കിൽ ഇന്നിതാ ആശ്രയമറ്റ് നിരാലംബരായ ഒരു കൂട്ടം ജനങ്ങളുടെ സമരമുഖം എനിക്ക് മുമ്പിൽ തുറക്കുന്നു. അവർക്ക് വേണ്ടതൊരു സുധാമണിയല്ല, ഝാൻസി റാണിയെ, അരങ്ങിൽ സിംഹഗർജനം നടത്തുന്ന ഒരു കഥാപാത്രത്തെ. മോളെ സുധാമണി, മോളിങ്ങടുത്ത് വാ. നമുക്കറിയാലോ, പുറമ്പോക്ക് ഭൂമി ജീവിക്കുന്നവരാ നമ്മള്. കുട്ടിക്കറിയാലോ, ഇപ്പൊ അത് നഷ്ടപ്പെടാൻ പോകുന്നു കേട്ടു. മോളുടെ നേതൃത്വത്തില് എല്ലാവരും സമരങ്ങളിലാണെന്ന് ഈ അച്ഛൻ അറിഞ്ഞു. പണ്ട് ഒരുപാട് സമരങ്ങളിൽ ഈ അച്ഛനും പങ്കെടുത്തിരുന്നു. അവസാനം കിടപ്പാടം വിറ്റ് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്ന മോൾക്ക് ഈ അച്ഛനൊരു ബാധ്യതയാവും. അതുകൊണ്ട് അരുതച്ഛ, അച്ഛൻ ഇങ്ങനെ പറയരുത്. ഒരുപാട് സമരങ്ങൾ നയിച്ചനല്ലേ എൻ്റെ അച്ഛൻ ഇങ്ങനെ പറയരുത്. ശങ്കൂറ്റത്തോടെ എതിർത്ത് നിൽക്കും സ്വന്തം മണ്ണിൽ ജീവിക്കാനുള്ള അവകാശത്തിനായി. ആ നാടകക്കാരി സുധാമണിയാ നമ്മുടെ പദ്ധതികളെല്ലാം തകർത്ത് കളഞ്ഞത്. അരങ്ങിലാടുന്ന വേഷം അതേ തീവ്രതയുടെ സമൂഹത്തിന് മുമ്പിൽ പകർന്നാടണമെന്ന ഓള വിചാരം. ഇന്നു രാത്രി സുധാമണി ഝാൻസി റാണിയായി അരങ്ങ് തകർക്കുമ്പോൾ പഴയ ബ്രിട്ടീഷ് പട്ടാള മേധാവി അവിടെ പുനർജനിക്കണം. എന്നിട്ട് കത്തിച്ച് ചാമ്പലാക്കണം. ഒരൊറ്റൊരെണ്ണത്തിന് വെറുതെ വിടരുത്. ഹലോ, നാടകം ആരംഭിക്കുന്നു. ഝാൻസി റാണി പിന്തുടർച്ചാവകാശ നിയമപ്രകാരം ഒരു തുണ്ടുകടലാസിൽ തിട്ടൂരം കുറിച്ചാൽ
ഝാൻസി റാണി ബ്രിട്ടീഷുകാരുടെ കാൽക്കീഴിൽ അടിയറ വയ്ക്കുമെന്ന് കരുതിയോ? ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ജീവിതത്തോട് പോരാടുന്ന ദരിദ്ര നാരായണന്മാരെ സ്വന്തം കിടപ്പാടത്ത് നിന്ന് മാട്ടിയോടിച്ച് ആഡംബര വസ്തുക്കൾ നിർമ്മിച്ച് വെള്ളക്കാർക്ക് ആഘോഷിക്കാനുള്ളതല്ല എൻ്റെ അംഗരാജ്യത്തിന്റെ മണ്ണ്. ആരെങ്കിലും ഒന്നോടി പറഞ്ഞേ, അല്ലോ വേണ്ട, തീ കൊടുക്കല്ലേ മോനെ, തീ കൊടുക്കല്ലേ, നമ്മുടെ സുധാമണിന്റെ പറയാ മോനെ, തീ കൊടുക്കല്ലേ. അല്ലോ ബദിരിങ്ങളെ, ആടെ നെച്ച് നടക്കാൻ മേലാത്ത ഒരച്ഛനുണ്ടല്ലോ. നമ്മളിപ്പോ എന്താ ചെയ്യാ? സ്വാതന്ത്ര്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ധീരദേശാഭിമാനികൾ, ശവക്കല്ലറകൾ. സുധാമണി, ചേച്ചി ചേച്ചി, ഇല്ല എനിക്കൊന്നുമില്ല. ദാസേട്ടാ, എനിക്ക് വീട്ടിൽ പോണം. എനിക്ക് വീട്ടിൽ പോണം. സുധാമണി, നീ ആ വേഷം അഴിച്ചു വെക്ക്. പച്ചക്ക് കത്തിച്ചു കളഞ്ഞു അല്ലേ? എന്തിനാ ഇങ്ങനെ ഒരു ക്രൂരത എന്നോട് ചെയ്തത്? ശേഷി ഉണ്ടായിരുന്ന കാലം നാട്ടുകാർക്ക് വേണ്ടി ജീവിച്ചതാണോ എൻ്റെ അച്ഛൻ ചെയ്ത തെറ്റ്? അത് പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല സുധാ. ഏയ് അല്ല, ഞാൻ സുധാമണിയല്ല. ഝാൻസി റാണി ചരിത്രത്തിന്റെ ഇടനാഴികളിൽ നിന്നും ആത്മധൈര്യത്തിന്റെ കടലിരമ്പമായി ഈ ഝാൻസി റാണി ഇതാ പുതിയ പോരാട്ടത്തിന് തുടക്കം കുറിക്കുന്നു. പോരാട്ടം അവസാനിക്കുന്നിടത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ ചിത കത്തും. പറയൂ, നിങ്ങളിൽ എത്ര പേരെന്നോടൊപ്പം ഉണ്ടാവും? നന്ദി. നിങ്ങൾക്ക് ഞങ്ങളുടെ സ്കൂളിന്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ കൂടുതൽ പ്രോഗ്രാമുകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നു.